ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിക്കുന്നു. തരുൺമൂർത്തിയാണ് സംവിധായകൻ. പ്രശസ്ത സീരിയൽ സിനിമ നിർമ്മാതാവ് രഞ്ജിത്താണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷൂട്ടിങ്ങിനിടയിലാണ് ഒരു പബ്ലിസിറ്റി, അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി ആണോ അത് ഒറിജിനലാണോ എന്നറിയില്ല, ഒരു പബ്ലിസിറ്റി വന്നു. ആ ലൊക്കേഷനിൽ മോഹൻലാൽ ഒരു ഗുണ്ടയെക്കുറിച്ച് പറയുന്നു. അത് കേട്ട് ശോഭന ബോധം കെട്ട് വീഴുന്നു എന്നാണ് ഒരു പ്രചരണം വന്നത്. നമ്മൾ പലരോടും ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അത് ആ സിനിമയിലല്ല, വേറൊരു സിനിമയിൽ. ആ വേറൊരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ ശോഭന സംസാരിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കും. അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, വലിയ കൊതി നുണയും പറയാത്ത ഗ്രൂപ്പാണെങ്കിൽ ആത്മാർത്ഥമായി സംസാരിക്കുക. അതാണ് ശോഭനയുടെ സ്വഭാവം. ശോഭന ആരെക്കുറിച്ചും കുറ്റം പറയില്ല. അങ്ങനെയുള്ള ശോഭന ഇങ്ങനെ ലൊക്കേഷനിൽ തനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമായതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ലൊക്കേഷനിലുള്ളത്. ഒരു ദിവസം ലൊക്കേഷനിൽ വന്നപ്പോൾ പ്രൊഡക്ഷനിൽ ചില ആൾക്കാർ ശോഭനയോട് ചോദിക്കുന്നു, ശോഭന മാഡം, നിങ്ങൾക്കൊരു ഫോൺ വന്നിരുന്നോ? ഒരു ഗുണ്ടയുടെ ഫോൺ വന്നിരുന്നോ? അപ്പോൾ ശോഭന പറഞ്ഞു, എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, അത് ഗുണ്ടയാണെന്നറിയില്ല. ഒരാൾ പല പ്രാവശ്യം ഫോൺ വിളിച്ച് എന്നെ വിവാഹം കഴിക്കണം, ഞാൻ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറയുന്നു. ഞാൻ അയാൾ തിരിച്ച് തെറിയല്ല കേട്ടോ, ഒരു മയപ്പെടുത്തി പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി, എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നൊക്കെയാണ് പറഞ്ഞ് ഫോണിൽ കൂടെ പറഞ്ഞത്. ഞാനത്ര വിശ്വസിച്ചില്ല, ഏതെങ്കിലും ഒരു ആരാധകനായിരിക്കും. അപ്പോൾ അവർ പ്രൊഡക്ഷൻ ആൾക്കാർ പറഞ്ഞു, അത് ആരാധകനല്ല, അതൊരു ഗുണ്ടയാണ്, സുന്ദരനായ ഗുണ്ടയാണ്. അയാളാണ് ഞങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ ലൊക്കേഷനിലല്ലേ ശോഭനയുള്ളത്, ശോഭനയോട് പറഞ്ഞേക്കണം അത് എന്നെ കല്യാണം കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ലൊക്കേഷനിലിരുന്ന് കുറച്ച് ദൂരെ ഇരുന്ന് മോഹൻലാലിങ്ങനെ ശ്രദ്ധിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ സംവിധായകനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ശോഭനയുടെ അടുത്തേക്ക് മോഹൻലാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശോഭന പറയുന്നു, ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അവർ മാത്രമല്ല, എന്നെ ഫോൺ വിളിച്ചിരുന്നു. എന്നെ ഫോൺ വിളിക്കുക മാത്രമല്ല, ഞാനുണ്ടെന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിൽ ചെന്ന് ബഹളം വയ്ക്കുകയും വാതിലിടിക്കുകയും ഞാൻ വാതിൽ തുറക്കാതായപ്പോൾ ചീത്ത വിളിച്ച് എന്നെ പിന്നെ കണ്ടോളാം, എൻ്റെ കൂടെയിലടാ ശോഭന അഭിനയിക്കുന്നത്, നീ പറഞ്ഞിട്ടാണോ ശോഭന എന്നെ കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ബഹളമുണ്ടാക്കി തിരികെ പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ അയാൾ പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശോഭനയെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ശോഭന ആകാംക്ഷയോട് ചോദിച്ചു, അല്ല ശോഭന, ഞാൻ പിന്നെ പറയാം, കാര്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യേണ്ടതാണ്, ചിലപ്പോൾ ശോഭനയ്ക്ക് മൂഡ് ഓഫ് ആവും, ഞാൻ പറഞ്ഞിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശോഭന കുറേ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കുന്നു. മോഹൻലാലിൻ്റെ മുഖത്തെ പുഞ്ചിരി മാറുന്നു. മോഹൻലാൽ ഗൗരവത്തിലാവുന്നു. ഗൗരവത്തിൽ മാത്രമല്ല, ഒരു ദയനീയമായിട്ട് ശോഭനയെ നോക്കുന്നു. ഇല്ല, ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണത്. അപ്പോൾ ശോഭന പറഞ്ഞു, ഇത് പറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ വരിക. ഈ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് വിചാരിച്ചാൽ അഭിനയിക്കാൻ പറ്റില്ല. പറയൂ ലാലേട്ടാ എന്ന് പറയണം ശരിക്കും. അങ്ങനെ ലാൽ പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശോഭനയോട് പ്രണയമാണ്. ശോഭന കല്യാണത്തിന് സമ്മതിക്കണം. പണമാണെങ്കിൽ ധാരാളമുണ്ട് അയാൾക്ക്, ആ ഗുണ്ടയ്ക്ക് സൗന്ദര്യമുണ്ട്. ആ കല്യാണം കഴിച്ചില്ലെങ്കിൽ ശോഭനയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. അത് കേട്ടപാടെ ശോഭന നിലത്ത് വീണു, ബോധമില്ലാണ് നിലത്ത് വീണു. അത് കണ്ട് ഓടി വന്ന പ്രിയദർശൻ മോഹൻലാലിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു, ഇപ്പോൾ സീൻ നടന്നുകൊണ്ടിരിക്കുകയാണത്, നീ എന്ത് ചെയ്തിരിക്കുന്നതൊക്കെ, ഇനി കുറേ നേരത്തേക്ക് അവരെ കിട്ടില്ല, അല്ലെങ്കിൽ അവരെ സീനൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ലാലുപോലെ അതിന് കാര്യമില്ല, ശോഭന എനിക്കറിയാം, ശോഭന ഇപ്പോൾ എണീക്കാൻ ഒറ്റ വിദ്യയുള്ളൂ. കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്നു, ആ പച്ചവെള്ളം ശോഭനയുടെ മുഖത്ത് തെളിക്കുന്നു. ശോഭന എണീറ്റിരിക്കുന്നു. അതായത് എണീറ്റിട്ട് ഇങ്ങനെ നിർവികാരമായി ഇങ്ങനെ ലാലിനെ എല്ലാവരും നോക്കുക, ഇങ്ങനെ മുഖത്തൊക്കെ തപ്പി നോക്കുന്നുണ്ട്. അപ്പോൾ ലാൽ പറഞ്ഞില്ല, ആസിഡ് ഒഴിച്ചിട്ടില്ല. അയാൾ ആസിഡ് ഒഴിക്കുമെന്ന് ഇപ്പോഴും വിളിച്ചു പറഞ്ഞെങ്കിലും ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്.
പോലീസ് അയാൾ ഇന്ന് തന്നെ പൊക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട, ശോഭന എണിക്കൂ, നമുക്ക് നമ്മുടെ സീനിലേക്ക് പോകാമെന്ന് പറയണത്. ശോഭന ഓക്കെ പറഞ്ഞെങ്കിലും ലാല് പറയണത് മുഴുവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രിയനോട് ചോദിച്ചു, പ്രിയേട്ട ശരിയാണോ, അയാളെ പിടിച്ചോ? പിടിച്ചിട്ടില്ല, അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കും, മേലാൽ അയാളെ കൊണ്ട് ഒരു ഉപദ്രവവും ശോഭനയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശോഭന വീണ്ടും അഭിനയിക്കാൻ നിന്നെങ്കിലും വിചാരിച്ച രീതിയിലുള്ള ഭാവഹാദികളൊന്നും ശോഭന കിട്ടുന്നില്ല. അപ്പോൾ ശോഭനയുടെ മൂഡിനനുസരിച്ച് സീനൊന്ന് മാറ്റി പ്രിയദർശൻ എഴുതി. കാരണം പ്രിയദർശൻ എഴുതുന്നത് മാറ്റി എഴുതി. അങ്ങനെ ആ സീൻ വളരെ ഭംഗിയായി ചിത്രീകരിച്ചെങ്കിലും ലാല് ഒരു പരാജിതനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണത്. അപ്പോൾ ലാല് പ്രിയനോട് ആ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കും, ഞാൻ മറ്റേ സംഭവം ഒന്ന് പറയട്ടെ എന്ന് ചോദിക്കുകയാണത്. ആ പ്രിയൻ ആക്ഷനിൽ നീ മിണ്ടായിരിക്കണ്ടോ, ഈ സീൻ കേട്ടെ, നാളെ ശോഭനയ്ക്ക് ഷൂട്ടിംഗ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഇന്ന് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ, ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഇതൊക്കെ ശോഭന ഇങ്ങനെ പതുക്കിരുന്ന് ഇങ്ങനെ ഏറ് കണ്ടിട്ട് ഇങ്ങനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തുണ്ടെങ്കിലും പറഞ്ഞോ, എനിക്കിനൊരു പേടിയില്ല, ആര് വന്നാലും എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ കല്യാണം കഴിക്കില്ല, മാത്രമല്ല ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല, പ്രശ്നം തീർന്നല്ലോ. അതൊരു വാശിയായിട്ടാണ് ശോഭന എടുത്ത് ആലോചിക്കണം. ശോഭന ഇപ്പോൾ വർഷങ്ങളുമായിട്ടും നിയമപ്രകാരം കല്യാണവും കഴിച്ചിട്ടില്ല. കുട്ടികളെ ദത്തെടുത്ത് അവരെ വളർത്തി നൃത്തം പഠിപ്പിച്ച് വലുതാക്കി. അഭിനയത്തേക്കാൾ ഉപരി നൃത്തമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം. ആ നൃത്തത്തിന് പല വിശേഷം കൊടുത്ത് പുതിയ രാഗങ്ങളുണ്ടാക്കി, നൃത്തത്തിന് പുതിയ രാഗമുണ്ടാക്കിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശോഭന. മലയാള സിനിമ അഭിനയം കുറച്ചെങ്കിലും ശോഭനയെ തേടി പലപ്പോഴും ചെറിയ കുട്ടികളും, അതായത് യുവാക്കളും പഴയ ബാനറുകാരും ചെല്ലുന്നുണ്ട്. തനിക്ക് ഇഷ്ടപ്പെട്ട റോളുകൾ തിരഞ്ഞെടുത്ത് ശോഭന അഭിനയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ മകൻ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിക്കാൻ വന്നത്. അവിടെ പുതിയ തലമുറയായിരുന്നു. അവരോടൊപ്പം ചെന്നപ്പോൾ ശോഭന അവരുടെ തലമുറയുടെ ഒരു ഭാഗമായി തീർന്നു. ഇപ്പോൾ പഴയ ജോഡി, ഒരുപക്ഷെ മോഹൻലാലും ശോഭനയുമാണ് ഒരുമിച്ച് അഭിനയിച്ച് കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. അവരുടെ ജോഡി വീണ്ടും വന്നിരിക്കുന്നു. വീണ്ടും ഈ ജോഡി വന്നപ്പോൾ അത്രയും വർഷത്തെ വ്യത്യാസമുണ്ട്. പഴയ മോഹൻലാലും ശോഭനയുമല്ല, കുറേ കൂടി പക്വത വന്ന അഭിനയം, കുറേ കൂടി നല്ല രീതിയാവുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ഇരുവരും അഭിനയിക്കുന്നത്. അതിനിടയിൽ ശോഭന BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് BJPയിൽ ചില ആൾക്കാർക്ക് വേണ്ടി പ്രചരണം നടത്താൻ ശോഭനയെ സമീപിച്ചെങ്കിലും തിരുവനന്തപുരത്ത് രാജീവ് ശങ്കറിന് വേണ്ടി പ്രചരണത്തിന് വന്നപ്പോൾ പലരും അന്തം വിട്ടു. ശോഭനയും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ, അവർക്ക് രാഷ്ട്രീയമില്ല, ശരിക്ക് രാഷ്ട്രീയം അറിയാത്ത ശോഭനയെ കൊണ്ട് എന്തിനാണിങ്ങനെ വിഴുപ്പുകൾ ചുമക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. അതുമാത്രമല്ല, ശശി തരൂരും ശോഭനയും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവിടെ ശശി തരൂർ അനുകൂലമായി ഒന്നും സംസാരിച്ചിട്ടില്ല. മാറിയ സാഹചര്യത്തിൽ അവിടെ ശശി തരൂരാണ് ജയിച്ചിരിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശശി തരൂരിനെ ശോഭന വിളിക്കുമോ, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ കൺഗ്രാജുലേഷൻ പറയുമോ എന്നുള്ള ചോദിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്, ഇതൊക്കെ ചെയ്യേണ്ടത് ശോഭനയാണ്. എന്തായാലും ശോഭനയും മോഹൻലാലും അഭിനയിക്കുന്ന ഈ പുതിയ സിനിമ നല്ല സിനിമയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.